ഹലോ ഗൈസ്, അപ്പോൾ ഇന്നെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ മമ്മീനെ ഒന്ന് ചെറുതായിട്ട് പ്രാങ്ക് ആക്കാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നത് യൂട്യൂബിൽ ഒരു കണ്ടന്റ് തന്നേക്കാണ്, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ പോകണം. അപ്പോൾ മമ്മി എൻ്റെ അടുത്തൊന്നും ഇരിക്കണം. അപ്പം കണ്ടന്റ് കണക്ക് ഒരു വീഡിയോയിൽ കാണുക. അപ്പോൾ നമുക്ക് മമ്മിയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് അതിലൂടെ നോക്കാം. അപ്പോൾ മമ്മീനെ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ആക്കി നോക്കാം. എങ്ങനെയാവും എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. സെറ്റാണേ? ഓക്കെ ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് മമ്മിയുണ്ട്. അപ്പം ഡെയിലി റുട്ടീൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീക്കും. എന്നിട്ട് 4 മണി പോവും. അതിനുമ്പോൾ ഞാൻ കുളിക്കും ഗൈസ്. കുളിക്കുകയൊക്കെ എവിടെയോ എന്തോ ടൈമിന് ഞാനൊരു 5-5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം അടുക്കളയിൽ കയറിയിരിക്കും. കയറിയിട്ട് ഞാൻ പച്ചക്കറി കട്ട് ചെയ്യുക, അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടികൾ. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ. ഞാൻ നേരെ പൂജാമുറിയിലേക്ക് പോകാറുണ്ട് വിളക്ക് കത്തിക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരെയും ഞാനാണ് വിളിച്ചുണർത്തുന്നത്. അങ്ങനെ പത്രം എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ വിളക്കത്തീര് കഴിഞ്ഞാൽ നാമം ചൊല്ലല് മസ്റ്റാണ്. നാമം ചൊല്ലുന്ന സംഭവം എന്ന് പറഞ്ഞത് ഞാൻ കറക്റ്റായിട്ട് എല്ലാ ദിവസവും പാലിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കറക്റ്റായിട്ട് നാമം ചെല്ലാറുണ്ട്. നല്ല നോണയൊന്നും വന്നില്ലടാ. നേരെ വന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വളരെ കുറച്ച് സമയം ഇരിക്കാറുള്ളൂ അല്ലേ. അത് പിന്നെ നേരെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മിറ്റമൊക്കെ തൂത്ത്, ഇതാണ് എൻ്റെ ഒരു പരിപാടി. എൻ്റെ ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറങ്ങാനും കിടക്കാറുണ്ട് അല്ലേ. ഇല്ല, എന്റെ കൈ കൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല. ഇതാണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ എല്ലാ ദിവസവും പാലിക്കും അല്ലേ. എൻ്റെ ഒരു പരിപാടി ഇതാണ് സംഭവം. ചുമ്മാ പ്രാങ്ക് പറഞ്ഞേ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും